എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, ആരാണ് സ്റ്റെം സെൽ തെറാപ്പി എടുക്കേണ്ട ആളുകൾ. കാരണം ചില ആളുകൾക്ക് ഡയറക്റ്റ് സ്റ്റെം സെൽ കുറച്ച് ഏജൊക്കെ ആയെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ആളുകൾക്ക് ഇപ്പോൾ ഫുള്ളായിട്ടും കഷണ്ടി ആയ ആളുകൾ, എസ്പെഷ്യലി ഫ്രണ്ടിൽ നിന്നൊക്കെ കയറിയ ആളുകൾക്ക് നമുക്ക് ഫുൾ കഷണ്ടി ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫോളിക്കിളിന് ഡബിളായിട്ടുള്ള സ്ട്രാൻഡ്സ് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫുൾ പ്ലെയിൻ ആയിട്ടുള്ള ഹെഡിൽ നമുക്ക് സ്റ്റെം സെൽസിന് വഴി മുടി വളർത്തുന്നതിന് ഒരു പരിമിതികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകൾക്ക് ഏറ്റവും നല്ലത് ട്രാൻസ്പ്ലാന്റേഷനാണ്. അതല്ലാതെ ഏതാളുകളാണ് ഏറ്റവും ഇതിനോട് ആപ്റ്റായിട്ടുള്ള ആളുകൾ? അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 18 വയസ്സിൻ്റെയും ഒരു ഏകദേശം ഒരു 40 വയസ്സ് 43 വയസ്സിൻ്റെ അതുവരെയുള്ള ആളുകൾക്ക് കഷണ്ടി ആവുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. മെല്ലെ മെല്ലെ മുടി കൊഴിയാൻ തുടങ്ങി, അതേപോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. അങ്ങനത്തെ ആളുകൾക്കാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നതും റിസൾട്ട് കിട്ടുന്നതും. അവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഈ ഓൺ ഗോയിങ് പ്രോസസ്സ്, അതായത് കഷണ്ടി ഫുള്ളായിട്ടും ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അതായത് പറയുകയാണെങ്കിൽ ഒരു 18 വയസ്സിൻ്റെയും 43 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ, അവർക്ക് ജനറ്റിക് ആണെങ്കിൽ ശരി, പാരമ്പര്യമായിട്ടുള്ള കഷണ്ടി ആണെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കഷണ്ടി ആണെങ്കിലും എന്തെങ്കിലും കുറവ് കാരണം, ലൈക്ക് വിറ്റാമിൻ ഡി ഒക്കെ കുറഞ്ഞിട്ട് ഉണ്ടാകുന്ന കഷണ്ടി ആണെങ്കിൽ ഏതാണെങ്കിലും നമുക്ക് സ്റ്റെം സെൽസ് വഴി നല്ല രീതിയിൽ തന്നെ മാറ്റം വരുത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അവിടെ ഫോളിക്കിൾസ് ഉണ്ട്. ഫോളിക്കിൾസിനെ നമുക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റും. ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. ക്യാമറ വെച്ച് നോക്കും. ക്യാമറ വെച്ച് നോക്കിയിട്ട് നമുക്ക് അവിടെ ഫോളിക്കിൾസിൽ സ്ട്രാൻഡ്സ് ഓഫ് ഹെയർ മൾട്ടിപ്പിൾ വന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ, ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കഷണ്ടി ആയി തുടങ്ങുന്ന ആളുകൾ ഒരിക്കലും എന്താ പറയുക, ഡയറക്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ സ്റ്റെം സെൽ തെറാപ്പി ട്രൈ ചെയ്ത് അതുവഴി മുടി വളർത്തുന്നതാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ യഥാർത്ഥ മുടിയാണ് വരുന്നത്. അതേപോലെ ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് കെയർ എടുക്കുക അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല ഇതിന്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് 2 സിറ്റിംഗ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഏകദേശം ഒരു 4 മാസം കൊണ്ട് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെ മാത്രം നോക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അതിൻ്റെ വഴിക്കാണ്ട് പോയിക്കോളൂ. റിസൾട്ടിൻ്റെ വഴി നിങ്ങളെ ഹെയർ അങ്ങനെ കെയർ ചെയ്യേണ്ട കാര്യവുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനത്തെ ആളുകൾക്ക്, അതായത് ഓൺ ഗോയിങ് പ്രോസസ്സ്, കഷണ്ടി ആയിട്ടില്ല, കഷണ്ടി ആയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ചെറിയ രീതിയിൽ സ്കാൽപ്പ് കാണാൻ പറ്റും, അങ്ങനത്തെ രീതിയിലുള്ള ആളുകൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഈ സ്റ്റെം സെൽ തെറാപ്പി. കാരണം എന്താ വെച്ചാൽ വെറും 8,500 രൂപയാണ് ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നത്. 2 സിറ്റിംഗ് 17,000 രൂപ. 17,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഒറിജിനൽ മുടിയാണ് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു 25 മിനിമം നല്ലൊരു ക്വാളിറ്റി വിഗിന് തന്നെ മാർക്കറ്റിൽ 25,000 രൂപ കൊടുക്കണം മിനിമം, നല്ല ക്വാളിറ്റി വിഗിന് തന്നെ. ആ ഒരു സമയത്താണ് നമ്മൾ വെറും 17,000 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഒറിജിനലായിട്ടുള്ള മുടി, അതും വേറെ പാർശ്വഫലങ്ങളോ സൈഡ് എഫക്ട്സോ ഒന്നും കിട്ടാത്ത രീതിയിലുള്ള നല്ലൊരു എന്താ പറയുക, നിങ്ങളുടെ ആവശ്യം അങ്ങോട്ട് നിറവേറ്റി തരുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അതും സ്വന്തം മുടിയാണ്, വെച്ച് പിടിപ്പിച്ച മുടിയല്ല, അതേപോലെ വേറെ എന്തെങ്കിലും വിഗും അങ്ങനെയൊന്നുമല്ല, സ്വന്തം മുടിയാണ് ഇതാനും. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കാണ് ഏറ്റവും അധികം ആപ്റ്റായിട്ട് വരുന്നത്. പ്രായം കുറച്ച് കൂടിയ ആളുകളാണ്, ഫുള്ളായിട്ടും പ്ലെയിൻ ബാൽഡായ ആളുകളാണെങ്കിൽ നമ്മൾ തന്നെ ഇവിടെ വരുന്ന ആളുകളെ നമ്മൾ പൊതുവെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ റെഫർ ചെയ്ത് വിടും വേറെ ക്ലിനിക്കിലോട്ട്. ലൈക്ക് എന്താ പറയുക, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുന്ന കേസുകൾ അങ്ങനത്തെ കേസ്, അതായത് ഫുള്ളും ബാൽഡ് ആയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ആയിരിക്കും ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അവർ തന്നെ ചോദിക്കാറുണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ എവിടെ പോകേണ്ടത്. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ലൈക്ക് ലാ ഡെൻസിറ്റിക്ക് വേണമെങ്കിൽ വിടാം, അല്ലെങ്കിൽ ഹെയറോഗ്രാഫ്റ്റിക്ക് പോവാം, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹെയറോഡെൻറ്റിക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ നമ്മൾക്ക് എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റെം സെൽസിന്. അതായത് ഫുള്ളായിട്ടും പ്ലെയിനായി, അതേപോലെ വയസ്സും 55ൻ്റെ മുകളിലുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിമിതികളുണ്ട്. നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. ഈ 45-50 വയസ്സൊക്കെ ആയ ആൾ, പ്ലെയിൻ കഷണ്ടി ആയ ആളുകൾക്ക് റിസൾട്ട് വന്നാൽ, അതേപോലെ വിഗ് വെക്കുന്ന ആളുകളും കഴിയുന്നത്, നമ്മൾ വിഗ് വെക്കുന്ന ഒരാൾക്ക് ചെയ്തിട്ട് ഒരാൾ വിഗ് ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷേ അയാൾ ചെറുപ്പമാണ്. പക്ഷേ പ്രായമുള്ള ആളുകൾ വിഗ് വെക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ ട്രീറ്റ്മെൻറ്റിനേക്കാളും നല്ലത് നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്റ്റ് ചെയ്യായിരിക്കും. ഞാൻ പറയണത് ഓൺ ഗോയിങ് പ്രോസസ്സായിട്ടുള്ള കഷണ്ടി, അതായത് കഷണ്ടി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു 10-15 കൊല്ലമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ആ ഒരു പ്രോസസ്സിലുള്ള 43 വയസ്സ് വരെയുള്ള ആളുകൾക്ക്
ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഇത്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾക്ക് നമ്മളിവിടുത്തെ വന്ന പേഷ്യൻസിന് തന്നെ നല്ല രീതിയിൽ റിസൾട്ടാണ് ഒരുവിധം എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ അവർ തന്നെ അവരൊരു ക്ലിനിക്കൽ ട്രയൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ആളുകൾക്ക്, അതായത് അവർക്ക് ഏറ്റവും അധികം സാറ്റിസ്ഫൈഡ് റിസൾട്ട്സ് കിട്ടുന്നത് 43 വയസ്സിൻ്റെയും ഒരു 18 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾക്കാണ്. അവരെ ആ കഷണ്ടിയാണ് മാറിക്കിട്ടി, അതും ഒറിജിനൽ മുടി വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതായത് ഓൺഗോയിങ് കഷണ്ടി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പോയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ട രീതിയിൽ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനുള്ള പരിഹാരം നമ്മൾ ഉണ്ടാക്കാന്ന്. ലൈക്ക് വരുന്നവരെ നമുക്ക് ഫ്രീ സെഷൻസ് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ചിലവാക്കിയ കാശ് നമ്മൾ തിരിച്ചു തരാൻ റെഡിയുമാണ്. മനസ്സിലായില്ലേ? വേറെ സ്ഥാപനങ്ങളെ പോലെ നമ്മളത് വാങ്ങി വെച്ചിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നില്ല. അതിനുള്ള വഴി നമ്മൾ നോക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നഷ്ടപ്പെട്ടത് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേപോലെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നമ്മൾക്ക് തന്ന പൈസ നമ്മൾ അതേപോലെ തിരിച്ചു തരുകയും ചെയ്യും. ഏത് റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ, യാതൊരുവിധ മാറ്റം ഒരു 4 മാസത്തിന് ശേഷവും കാണുന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഓപ്റ്റ് ചെയ്യാവുന്നതായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റ്. താങ്ക് യു. എൻ്റെ പേര് ഡോക്ടർ നീരജ്.